ഹായ്. അപ്പോൾ ഇതില്ലേ നമ്മുടെ ക്രോഷ്യയുടെ ABCD അറിയാത്തവർക്കുള്ള ക്ലാസ്സാണ് കേട്ടോ. അതാണ് ഞാൻ തമ്മിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഒന്നും അറിയാത്തവർ മാത്രം ഈ ക്ലാസ്സിലിരുന്നാൽ മതി. അത് മാത്രമല്ലടാ, നിങ്ങൾക്കിത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഞാനൊരു പച്ച നൂലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിപ്പിടിക്കുക. അപ്പോൾ എൻ്റെ ഫിംഗറിൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ നൂല് അറേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ശേഷം നമ്മൾ നീഡിൽ ആ ഒരു റൗണ്ട് കൂടെ കിടത്തിയിട്ട് ആദ്യത്തെ സ്റ്റിച്ച് എടുത്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഫസ്റ്റ് ചെയിന് മസ്റ്റായിട്ടും ഇടണം കേട്ടോ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ചെയിന് ഇട്ടിരിക്കുകയാണ്. ഈ ഫസ്റ്റ് ചെയിൻ ഇത് ഇട്ടില്ലെങ്കിൽ ഇത് വർക്കാവത്തില്ല കേട്ടോടാ. ഇപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ചെയിൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു യാണിനെ വലിച്ചെടുക്കുക. ഇപ്പം നമ്മളിതിൽ ആദ്യം നമ്മളൊരു ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടു, അതിന് ശേഷം ചെയ്യുന്ന സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. അതിൽ കൂടെ വീണ്ടും യാണിനെ മാറ്റിയിട്ട് ഒന്നാക്കുക. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ചെയ്യുകയാണ്. അതിപ്പോൾ ചെയ്ത് ഞാൻ എടുത്തു. ഇപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടി. അതിന് വീണ്ടും എന്ത് ചെയ്യുക, യാണ് വലിച്ചു കടത്തി എടുക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് എത്ര കിട്ടി? ആദ്യം ഞാനൊരു ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടു, പിന്നെ 2 ലൂപ്പ് വീതം കിട്ടുന്ന 2 സ്റ്റിച്ച് ഇട്ടു. ടോട്ടൽ അപ്പോൾ 3 സ്റ്റിച്ചായി. ഇത് നമ്മുടെ 4ാമത്തെ സ്റ്റിച്ചാണ്. അപ്പം ഇങ്ങനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് എടുത്തു. ഇത് ഭയങ്കര പതുക്കെ ചെയ്യേണ്ടതാണ്. ആദ്യം ചെയ്ത് കഴിഞ്ഞ് ഇത് കിട്ടത്തില്ല കേട്ടോ. നമുക്ക് കുറേ ഈ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഈ നൂലൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയും അതെല്ലാം ഒന്ന് മാറിപ്പോവും കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 6 സ്റ്റിച്ച് ഇടുക. ഇങ്ങനെ 6 സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ഫസ്റ്റത്തെ ആ നൂലുണ്ടല്ലോ അതങ്ങ് പിടിച്ച് ഒരൊറ്റ അങ്ങ് വലിക്കണം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ 5ാമത്തെ സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇത്രയും സ്ലോ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോടാ. ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. ആദ്യത്തെ ഇതിൽ കിട്ടത്തില്ല, വീണ്ടും ചെയ്ത് നോക്കുക. ഞാനിത് ഒത്തിരി തവണ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് എനിക്കും കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതൊന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു 6 സ്റ്റിച്ച് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം ആ ലാസ്റ്റിൽ ആ ഒരു നൂല് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ യാണൊന്ന് പിടിച്ചിട്ട് ഒരൊറ്റ വലിക്കുക. നമ്മുടെ ഭാഷയിൽ ഇത് നൂലാണ് കേട്ടോ. ഇതങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഈ ഒരു ഫസ്റ്റിലെ ആ സ്റ്റിച്ചും ലാസ്റ്റിലെ ആ ഒരു സ്റ്റിച്ചും കണ്ടില്ലേ, അത് തമ്മിൽ നമുക്കൊന്ന് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് എൻഡ് ചെയ്യണം. ഇപ്പോൾ ഇത് അങ്ങനെ പെർഫെക്റ്റ് അല്ലല്ലോ, ഒരു പെർഫെക്ഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ നീഡിൽ യൂസ് ചെയ്തിട്ട് ആ ലാസ്റ്റ് ഭാഗത്തിലെ സ്റ്റിച്ചും നമ്മുടെ ഫസ്റ്റ് ഭാഗം തമ്മിൽ അങ്ങ് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതിവിടെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഒരു മാജിക് റിങ്ങിൻ്റെ ആദ്യത്തെ പോർഷൻ. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ക്ലാസ് വേണമെങ്കിൽ, ഇനി മോർ സ്റ്റിച്ചസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേടാ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ മോർ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.